നമസ്കാരം. ഏതെങ്കിലും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കുക എന്ന് പറയുന്നത് കേരളം പോലെയുള്ള അപൂർവം ചില സംസ്ഥാനങ്ങളിൽ മാത്രമേ സംഭവിക്കാറുള്ളൂ. മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രസ് റിലീസായിട്ട് വരാറുണ്ട്. അതല്ലെങ്കിൽ സംസ്ഥാനത്തെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതലയുള്ള മന്ത്രിയോ അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തുന്ന ഏതെങ്കിലും മന്ത്രിയായിരിക്കും വാർത്താ സമ്മേളനം നടക്കുന്നത്. എന്നാൽ കേരളത്തിൽ പണ്ട് മുതലേ ഇത്തരത്തിലുള്ള ഒരു രീതിയാണ് നിലനിന്നിരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ടെലിവിഷൻ ചാനൽ കൂടി വ്യാപകമായതോടുകൂടി ഈ വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരു പ്രത്യേക ഗ്ലാമർ കൈവന്നിരുന്നു. കെ കരുണാകരനാണെങ്കിലും ഇ കെ നായനാരാണെങ്കിലും വി എസ് അച്യുതാനന്ദനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും ഒക്കെ തന്നെ അതിഗംഭീരമായ രീതിയിലാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള ഈ ഒരു വാർത്താ സമ്മേളനത്തെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിന് ഒരു വിരാമമായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്താണ്. പിണറായി വിജയൻ വലിയ മാസാണ്, വലിയ തൻ്റെടിയാണ്, ധീരനാണ്, ശൂരനാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വെറുതെ വാർത്താ സമ്മേളനം നടത്തേണ്ടുന്ന ഒരാളല്ല എന്ന രീതിയിൽ വ്യാപകമായ രീതിയിൽ പ്രചരണം നടത്തിയതിന് ശേഷമാണ് പിണറായി വിജയൻ വല്ലപ്പോഴും മാത്രം പത്രസമ്മേളനം നടത്തുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായത്. നമുക്കറിയാം, കോവിഡ് കാലത്ത് ആദ്യം 1-2 ദിവസങ്ങളിൽ ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് വാർത്താ സമ്മേളനം നടത്തിയിരുന്നതെങ്കിൽ അതിന് ക്രെഡിറ്റ് അവർക്ക് പോകുമെന്ന് മനസ്സിലാക്കി പിണറായി വിജയൻ വളരെ തന്ത്രപൂർവ്വം പിന്നീട് എല്ലാ ദിവസവും സ്വന്തമായി വാർത്താ സമ്മേളനം നടത്തുന്നതായിരുന്നു പതിവ്. ഇതിൽ തന്നെ ചോദ്യങ്ങൾക്ക് ഉത്തരം നേരത്തെ തയ്യാറായി കൊണ്ടുവന്നിരിക്കുകയും ആദ്യം അദ്ദേഹം ഒരു 1/4 മണിക്കൂർ ഏകപക്ഷീയമായി പ്രസംഗിക്കുകയും പിന്നീട് തങ്ങൾ നിയോഗിച്ചിട്ടുള്ള മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എഴുതി തയ്യാറായി കൊണ്ടുവന്നിട്ടുള്ള ഉത്തരം പറയുന്നതുമായിരുന്നു രീതി. ഏതായാലും അതിനൊരു അവസാനമായിക്കൊണ്ട് ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം വീണ്ടും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നത് പതിവാക്കിയിരിക്കുകയാണ്. പക്ഷേ പിണറായി വിജയൻ അല്ല വി ഡി സതീശൻ എന്ന് വ്യക്തമാക്കുന്ന രീതിയിലാണ് ഈ ഓരോ വാർത്താ സമ്മേളനങ്ങളെയും നമ്മൾ നോക്കിക്കാണേണ്ടത്. അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു കൊണ്ടുവന്ന് ആരെങ്കിലും എഴുതി കൊടുത്ത കടലാസ് നോക്കി വായിക്കുന്നതല്ലാതെ ഭംഗിയായി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും തങ്ങൾക്ക് നേരെ ഉയരുന്ന പരാതികളും ആരോപണങ്ങളെയും കൃത്യമായി നേരിടുകയും ചെയ്യുന്നതാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇന്നും സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന് ശേഷം വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം ഏറെ ശ്രദ്ധേയമായി മാറിയതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷം വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് അവിടെ വിദേശ നിക്ഷേപം വരുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉയർത്തുന്നതിന് കൃത്യമായ മറുപടി തന്നെയാണ് വി ഡി സതീശൻ അവിടെ നൽകിയത്. MSC എന്ന വിദേശ കമ്പനിയെ കൊണ്ടുവന്നത് തങ്ങളല്ല, അത് ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത് എന്നുള്ള കാര്യം അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് വി ഡി സതീശൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോൺക്ലേവിൽ പോലും, അതായത് ഇടതുപക്ഷ സർക്കാർ നടത്തിയ കോൺക്ലേവിൽ പോലും ഈ MSC കമ്പനിയുടെ പ്രതികൾ പങ്കെടുത്തിരുന്നു. അതുപോലെ അദ്ദേഹം കഴുത്തിന് പിടിച്ചത് ദേശാഭിമാനി എന്ന CPMൻ്റെ പാർട്ടി പത്രത്തെ തന്നെയായിരുന്നു. ദേശാഭിമാനിയിൽ MSC വരുന്നതിൻ്റെ ഗുണഗണങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വന്ന നിരവധി വാർത്തകൾ റിപ്പോർട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇതിന് ഏതായാലും പിന്നീട് MP ഗോവിന്ദന് മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹത്തിന് അതിൻ്റെ കുറ്റമെല്ലാം ദേശാഭിമാനിയുടെ തലയിൽ വെക്കേണ്ടി വന്നു എന്നുള്ള മറ്റൊരു കാര്യം. 5-ാം തീയതി 2026 ദേശാഭിമാനി പത്രം, വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11-ാം തീയതിയാണ് ആണല്ലോ. ജൂൺ 11-ാം തീയതി ഞങ്ങളുടെ MD അവിടെ രാജിവെച്ചു. അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? ഗവൺമെൻറ്റാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. ആ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആ കഴിഞ്ഞ ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് ദേശാഭിമാനിയുടെ സോഴ്സ്. നിങ്ങൾക്ക് ഒരു മാധ്യമങ്ങൾക്കും കിട്ടാത്ത വാർത്ത വിഴിഞ്ഞത്ത് വരും. ഞാനിപ്പോഴാണ് കാണുന്നത്, ഇന്നലെയാണ് കാണുന്നത്. വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. അപ്പം ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുത്തതിന് ശേഷമല്ല, അതിനു മുൻപ് അവിടെ MD ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഉണ്ടായിരുന്നു, പോർട്ട് മന്ത്രി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? 5-ാം തീയതി MSC വരും. എന്നിട്ട് അതിൽ വേറെ വാർത്ത കൂടിയുണ്ട്. LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇത് 2025 MSC കമ്പനി നടത്തി, LDF സർക്കാർ സംഘടിപ്പിച്ച വിഴിഞ്ഞം കോൺക്ലേവിൽ MSC കമ്പനിയിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. ഇനി ജൂലൈ 1-ാം തീയതിയിലത്തെ വാർത്ത നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത ദിവസത്തെ ദേശാഭിമാനിയുടെ വാർത്ത, വിഴിഞ്ഞത്ത് 13,000 കോടി രൂപയുടെ നിക്ഷേപം, MSC ഗ്രൂപ്പ് 49% ഓഹരി എടുക്കും. അടുത്ത വാചകം കേട്ടോളാം.
LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. മറ്റൊന്ന്, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആയിരുന്ന ദിവ്യ സയരെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെക്കുറിച്ച് നിരന്തരമായി വാർത്തകൾ ദേശാഭിമാനിയും ഇടതുപക്ഷ മറ്റ് ചാനലുകളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു. അദാനിയുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് തടസ്സം നിന്നതുകൊണ്ടാണ് ദിവ്യ സയരെ മാറ്റിയത് VD സതീശൻ എന്ന രീതിയിലായിരുന്നു വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ദിവ്യ സയർക്ക് ഒരു രക്തസാക്ഷി പരിവേഷം നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളായിരുന്നു അവ. ഇതിന് വളരെ കൃത്യമായ മറുപടിയുമായി VD സതീശൻ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞത്, സാധാരണഗതിയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കുറച്ചുകൾ മാത്രമേ പദവിയിൽ തുടരാൻ കഴിയുള്ളൂ. അത് കഴിയുമ്പോൾ അവർ മറ്റൊരു പദവിയിലേക്ക് പോകും, പകരം മറ്റൊരാൾ വരും. അപ്പോൾ അതിന് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം താൻ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആളല്ല. സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഈ നാട്ടിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ എങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട ആളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ രസകരമായ കാര്യം, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ CPM ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് കാര്യം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്നുകൂടി പറഞ്ഞാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. എൻ്റെ മറു ചോദ്യമാണ്, ആരുടെയെങ്കിലും നിന്നും കൈനീട്ടി മേടിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്, അല്ലെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ടാണ് IT വെച്ചത്? എൻ്റെ മറു ചോദ്യം, അതിന് മറുപടി പറയട്ടെ. IT എന്തിനാ കയ്യിൽ വെച്ചത്? എന്തിനാ IT കയ്യിൽ വെച്ചത് പിണറായി വിജയൻ? നമ്മളെ കൊണ്ട് പറയിപ്പിക്കല്ലേ. ഞാൻ ഇത്ര പറയുള്ളൂ ഞാനായതുകൊണ്ട്. ഞാൻ അതിൻ്റെ രണ്ടാമത്തെ റൗണ്ട് ഞാൻ പറയില്ല. ആര് അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരെല്ലാം ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? അതൊന്നും ഞാൻ ഡേ ടു ഡേ കാര്യങ്ങളിൽ നോക്കേണ്ട ആളല്ല. അവരെ ആർക്കൊക്കെ എല്ലാ ഗവൺമെൻറ് HODമാരും ഓരോ സ്ഥലത്തിരിക്കേണ്ട ആ ഗവൺമെൻറ് HODമാർ ആർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടെന്ന് അന്വേഷിക്കേണ്ട ജോലിയല്ല അത്. ഞാൻ ആ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ വലിയ പത്രസമ്മേളനം ആക്ഷേപമൊക്കെ ഇട്ടു. എൻ്റെ തിരിച്ചുള്ളൊരു ചോദ്യം കേട്ടോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ കാര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്താ ഇത്ര ഇൻട്രസ്റ്റ്? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. ഏതായാലും ഇത് മൊത്ത കച്ചവടം നടത്തുന്നതിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും CPMന് തന്നെയായിരുന്നുവെന്നും ഇത് അന്ന് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സംഘങ്ങളും ഒക്കെ തന്നെ ചേർന്ന് നടത്തിയ ഒരു കൂട്ടുകച്ചവടമായിരുന്നുവെന്നും ഇതിലൊന്നും തന്നെ തങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന് കൃത്യമായി സമർത്ഥിക്കാൻ ഈ വാർത്താ സമ്മേളനത്തിലൂടെ VD സതീശന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും പേരക്കുട്ടി ഉൾപ്പെടെയുള്ളവരെല്ലാം വിഴിഞ്ഞത്തെ തുറമുഖം സന്ദർശിക്കാൻ എത്തുന്നതും അവിടുത്തെ ഡയറക്ടർ ബോർഡിൻ്റെ മുറിയിൽ അവിടുത്തെ കസേരകളിൽ ഇരുന്ന് MDയുമായി ചർച്ച നടത്തുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ അന്ന് കണ്ടിട്ടുള്ളതാണ്, നമ്മൾ വാർത്ത നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാലത്തും ഇതൊക്കെ തന്നെ തൻ്റെ തറവാട്ട് മുതലായിരിക്കും എന്ന് തെറ്റിദ്ധരിച്ച പിണറായി സംഘാംഗങ്ങളും ഭരണം നഷ്ടമായതോടുകൂടി ഇനി വിഴിഞ്ഞത്തിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള നേട്ടങ്ങൾ തങ്ങൾക്ക് നഷ്ടമായി പോകുമോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കൊണ്ട് രംഗത്ത് വരുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിൻ്റെ കൃത്യമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും MV ഗോവിന്ദനാകട്ടെ ഇതിൻ്റെ എല്ലാ കുറ്റവും ഇപ്പോൾ ദേശാഭിമാനിയുടെ തലയിൽ വയ്ക്കുകയാണ്. ദേശാഭിമാനി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ ദേശാഭിമാനിയുടെ മുഖ്യ ചുമതലക്കാരനായ പുത്തലത്ത് ദിനേശൻ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു താക്കീതാണോ എന്ന് സ്വാഭാവികം നമ്മൾ സംശയിക്കേണ്ടി വരും. കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പാർട്ടി പത്രത്തിൽ വരുന്നത് എന്ന് ഇവിടെ കുറ്റസമ്മതം നടത്തുകയാണ് MV ഗോവിന്ദൻ എന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി അതിശക്തനാണ്. നിയമസഭയിലാണെങ്കിലും വാർത്താ സമ്മേളനത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും അദ്ദേഹത്തെ നേരിടുക എന്ന് പറയുന്നത് അതീവ ദുർബലമായ ഈ CPM നേതൃത്വത്തെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല എന്ന് ഒന്നുകൂടി ഇതിലൂടെ വ്യക്തമായിരിക്കുകയാണ്. നിയമസഭയിൽ നമ്മൾ കണ്ടതാണ്, പുട്ടുപിഴുങ്ങിയതുപോലെ പിണറായി വിജയൻ ഇരിക്കുന്ന ഒടുവിൽ ഗതികെട്ട് പഴയ ധനകാര്യമന്ത്രിയായ KN ബാലഗോപാൽ ദേഷ്യം വന്ന് എണീറ്റ് നിന്ന് എന്തെങ്കിലും ഒന്ന് പറയൂ, എന്തിനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് പിണറായി പരിസരബോധം വന്ന് താൻ എന്താണ് പറയേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും കണ്ടത്. ഏതായാലും ബാലഗോപാലിൻ്റെ ആ ഇടപെടൽ പോലെ പാർട്ടിയിലെ ഓരോ അണികളും ഒരുപക്ഷെ നാളെ പിണറായി വിജയനോട് ചോദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. CPMൽ ഇപ്പോൾ നടക്കുന്ന ഉൾപാർട്ടി പ്രശ്നങ്ങളും അവിടെ ഈ കണ്ണൂരിലെ ജയരാജന്മാർ നടത്തുന്ന പാർട്ടിയിലെ ഈ അണിയറ വിപ്ലവങ്ങളും ഒക്കെ തന്നെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെ അങ്ങനെ പെട്ടെന്നൊന്നും കീഴടക്കാൻ പിണറായിക്ക് കഴിയുകയില്ല എന്ന് ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കുന്നതായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം.